ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മളൊരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ബിസ്ക്കറ്റ് കേക്കാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ബിസ്ക്കറ്റും പാലും വെച്ച് തയ്യാറാക്കാൻ പറ്റും ഇത്. പക്ഷേ ഞാനിവിടെ ഈനോയും എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ 5 സ്റ്റാർ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. ഇപ്പോൾ ബിസ്ക്കറ്റും അതിൽ ക്രീമുണ്ടല്ലോ, ക്രീമും വേറെ വേറെ ആക്കി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് 2 ബൗളിൽ. ഇനി ബിസ്ക്കറ്റ് മാത്രം നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ പാൽ ആഡ് ചെയ്തിട്ട് ഇത് കേക്കിൻ്റെ ബാറ്ററാക്കി മാറ്റണം. ഇത് കുറച്ചായിട്ട് ആണ് നമ്മൾ പാൽ ആഡ് ചെയ്യാനുള്ളത്. ഫുള്ളായിട്ട് ഒഴിക്കാൻ പാടില്ല. ഞാൻ കണ്ട വീഡിയോയിൽ അങ്ങനെ പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ല സ്മൂത്ത് കൺസിസ്റ്റൻസി ആകണം. തിക്കും അല്ല ലിക്വിഡും അല്ല, അതിൻ്റെ ഇടയ്ക്കുള്ള കൺസിസ്റ്റൻസി. ഞാൻ നിങ്ങൾക്ക് കൺസിസ്റ്റൻസിയൊക്കെ കാണിച്ചു തരാം. ഓക്കെ, എനിക്ക് ഇനിയും കുറച്ച് ലൂസാവണമെന്ന് തോന്നി. അങ്ങനെ കുറച്ചുകൂടെ പാൽ ഒഴിച്ചു കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്യാണ്. ഇനിയാണ് ഇതിൽ ഈനോ ആഡ് ചെയ്യേണ്ടത്. ഈനോ ബേക്കിംഗ് പൗഡറിനോ അതിന് പകരമായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇപ്പോൾ സാധാരണ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ അറിയില്ല, അല്ലെങ്കിൽ കേക്കിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒന്നും കയ്യിലില്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് വെറും നമുക്ക് ബിസ്ക്കറ്റും പാലും മതി കേട്ടോ. ബർബൺ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, അതും പാലും മാത്രം മതി ഇതുണ്ടാക്കാൻ. പക്ഷേ ഞാൻ ഈനോ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ ഈനോ ആഡ് ചെയ്യുമ്പോൾ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ ഇത് ബീറ്റ് ചെയ്യേണ്ടത്. അത് ഞാൻ വീഡിയോയിൽ കണ്ടെന്ന്, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അത് മാത്രമല്ല, ഈനോ ആഡ് ചെയ്തപ്പോൾ ചെറുതായിട്ട് ബബിൾസ് അല്ല, എന്തോ ചെറുതായിട്ട് മാറ്റം വന്നു. പക്ഷേ ഞാൻ ഈനോ ആഡ് ചെയ്തത് എന്തായാലും പ്രശ്നം പറ്റി. അത് മാത്രമല്ല, ഈനോ ആഡ് ചെയ്തപ്പോൾ നമുക്ക് ചെറുതായിട്ട് കളർ ചേഞ്ചും എന്തോ പ്രോസസ്സ് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഇനി ഞാൻ ബാറ്ററി കേക്ക് ടിന്ന്, നമുക്ക് കേക്ക് ടിന്നൊന്നുമില്ല, നമുക്കൊരു ചെറിയ ഒരു കുഴിഞ്ഞ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ കുറച്ച് ബട്ടറും തേച്ച് മൈദയും കുറച്ച് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കേക്ക് ബാറ്റർ ഇതിലൊഴിച്ചത്. ഇനി നമ്മൾ എന്നിട്ട് ടാപ്പ് ചെയ്തു. ഞാൻ സാധാ ഇഡലി ആ പാത്രത്തിലാണ് വെച്ചത്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച്. പക്ഷെ നമ്മളെ വെള്ളം കുറവായിരുന്നു. കേക്ക് മുകൾ ഭാഗമൊക്കെ നന്നായിട്ട് പഫായിട്ട് നന്നായിട്ടൊക്കെ വന്നു. പക്ഷേ അടിഭാഗം വെന്തില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ചുകൂടെ നല്ല വെള്ളമൊക്കെ വെക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ ബൈ. A few moments later.